എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്നവർ ജൂലൈ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. നിലവിലെ ക്ഷേമ പെൻഷൻ മാനദണ്ഡങ്ങളെ സംബന്ധിച്ച് നിരവധി പരാതികൾ ഉയരുന്നുണ്ടെന്നും അർഹരായിട്ടുള്ള പലർക്കും ക്ഷേമ പെൻഷൻ ലഭിക്കാതിരിക്കുന്ന സാഹചര്യവും അനർഹരായിട്ടുള്ള പലർക്കും ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന സാഹചര്യവും കണക്കിലെടുത്ത് പെൻഷൻ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുന്നതിനെ കുറിച്ച് സർക്കാർ ഗൗരവമായിട്ട് പരിശോധിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. അനർഹരായിട്ട് ചിലർ പെൻഷൻ വാങ്ങുന്നുണ്ട്. ഇവരെ ഒഴിവാക്കുന്നതിനും അർഹരായവരെ ഉൾപ്പെടുത്തുന്നതിനുമായിട്ട് പ്രത്യേകം സംവിധാനം കൊണ്ടുവരുന്നത് സർക്കാർ പരിഗണിക്കുകയാണ്. അതോടൊപ്പം തന്നെ വീട്ടിൽ AC വച്ചതിന്റെ പേരിൽ പെൻഷൻ നിഷേധിക്കപ്പെട്ടതുമായി ബന്ധപ്പെടുത്തിയുള്ള പരാതികളിൽ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നതാണ്. രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടിയൊക്കെയാണ് AC വയ്ക്കുന്നതെങ്കിൽ ഇളവുകൾ നൽകുന്നതാണ്. അതേസമയം ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്നത് UDF തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ഇത് ഉടൻ തന്നെ നിറവേറ്റുമെന്നും കാലതാമസം ഉണ്ടാകില്ല എന്നും സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രാഥമിക നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. പെൻഷൻ തുക പടിപടിയായിട്ട് ഉയർത്തുന്നതിന് പകരം ഒറ്റയടിക്ക് 2000 രൂപയിൽ നിന്ന് 3000 രൂപയായി മാറ്റുവാനാണ് സർക്കാർ പരിഗണന നൽകുന്നത്. നിലവിലെ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവർക്കും പുതുതായിട്ട് അപേക്ഷ വെച്ച് പെൻഷൻ ലഭിക്കുന്നവർക്കും 1000 രൂപയുടെ ഈ ഒരു വർധനവ് ലഭിക്കുന്നതാണ്. ജൂലൈ മാസം മുതലുള്ള ഈ ഒരു പുതിയ പെൻഷൻ അപേക്ഷകളിൽ ഉദ്യോഗസ്ഥരുടെ ഭൗതിക പരിശോധനയും അതോടൊപ്പം തന്നെ ഫീൽഡ് വെരിഫിക്കേഷനും കർശനമാക്കുന്നതാണ്. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് സർക്കാർ നടത്തുന്ന വാർഷിക മസ്റ്ററിങ്ങിനുള്ള അറിയിപ്പ് ജൂലൈ മാസത്തിലോ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിലോ സർക്കാർ പുറത്തിറക്കുന്നതാണ്. എല്ലാ വർഷവും അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് അപ്ഡേഷനുകൾ നടത്തി ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ നാട്ടിലുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തുന്നതാണ്. ഓരോ വർഷവും മസ്റ്ററിംഗ് നടത്തുമ്പോൾ മരിച്ചുപോയവരും നാട്ടിലില്ലാത്തവരുമായിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരാണ് നിലവിലെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും അതുവഴി ഓരോ മാസവും കോടിക്കണക്കിന് രൂപയാണ് സർക്കാരിന് പെൻഷൻ വിതരണത്തിൽ നിന്ന് ലാഭകരമാവുകയും ചെയ്യുന്നത്. വരുമാന സർട്ടിഫിക്കറ്റിന്റെ സമർപ്പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും അധികം വൈകാതെ തന്നെ സർക്കാർ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് അറിയിക്കുന്നത്. പഴയ പെൻഷൻ ഗുണഭോക്താക്കൾക്കായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടെയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് പെൻഷൻ വാങ്ങുവാൻ ആരംഭിച്ച പലരുടെയും കൃത്യമായിട്ടുള്ള മൊബൈൽ നമ്പറുകൾ നിലവിൽ ലിങ്ക് ചെയ്തിട്ടില്ല. അതിനാൽ ഇപ്പോൾ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ഇത്തരം ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി മൊബൈൽ നമ്പർ അപ്ഡേഷൻ പ്രക്രിയ നടക്കുന്നുണ്ട്. വാർഡ് മെമ്പർ വഴി അറിയിപ്പ് ലഭിക്കുന്നവർ തങ്ങളുടെ നിലവിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ നമ്പർ പഞ്ചായത്തിലോ മെമ്പറുടെ പക്കലിലോ നൽകി അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. നിലവിൽ സാധാരണ പെൻഷൻ വാങ്ങുന്നവർ ഇപ്പോൾ പുതുതായിട്ട് മറ്റ് രേഖകളൊന്നും തന്നെ സമർപ്പിക്കേണ്ടതായിട്ട് വരുന്നതല്ല. എന്നാൽ വരുമാന സർട്ടിഫിക്കറ്റ്, പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് വിധവാ പെൻഷൻ വാങ്ങുന്നവർ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.